Nucleus Properties Close Encounter brought to you by Nucleus Properties. Nucleus Villas and Apartments, Kochi, Kottayam. Live life. Powered by Bright Light. പുതിയ ഇവോ സീരീസ് ഫ്രം ബ്രൈറ്റ് ലൈറ്റ് വിരൽത്തുമ്പിലെ സൂര്യൻ. നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ്. നമസ്കാരം. നമസ്കാരം സർ. അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയോടുകൂടി ഒരു BJPയുമായി SNDP യോഗം സഖ്യത്തിലേക്ക് നീങ്ങുന്നു എന്ന പ്രതീതിയാണ്. സിമന്റ് ഇട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു ആ ബന്ധം. വളരെ അങ്ങേയറ്റം തെറ്റിദ്ധാരണ ജനകമാണ്. ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമായും പണ്ടേ പറയുന്നുണ്ട്. ഒരു പാർട്ടിയോടും വിരോധമോ ആരുടെയും വാലോ ചൂലോ അല്ല. ഞങ്ങൾ സോണിയാജിനെ കാണാൻ പോയില്ല. ഞാൻ അന്ന് ആരാ ഭരിച്ചുകൊണ്ടിരുന്നത്? മൻമോഹൻ സിംഗ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ്. ഇവിടെ കേരളത്തിൽ നയനാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് AKG സെൻറ്ററിൽ ഞാൻ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന VS അച്യുതാനന്ദനെ സ്ഥാപനം കാണാൻ എത്രയോ പ്രാവശ്യം ഞങ്ങൾ ആവശ്യങ്ങളുമായിട്ട് പോയി. അപ്പോൾ അധികാരമുള്ളവൻ്റെ ആരോ ആ കേന്ദ്രങ്ങളിൽ ആവശ്യങ്ങളുമായി ചെല്ലുക എന്നുള്ളത് സ്വാഭാവിക പശ്ചാത്തലമുണ്ട്. അമിത്ഷായെ കാണുന്ന ദിവസം തന്നെ മാധ്യമ വാർത്തകൾ തുഷാർ വെള്ളാപ്പള്ളിക്ക് രാജ്യസഭയിലൂടെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം നൽകുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു നേരിട്ടുള്ള രാഷ്ട്രീയ സഖ്യ ചർച്ചകൾക്കാണ് പോയത് എന്നുള്ളത്. ഒരിക്കലുമല്ല. അങ്ങനെ ഒരു ചർച്ചയോ ഒരു സംഭാഷണമോ ആ വേദിയിലേ ഉണ്ടായിട്ടില്ല. സത്യസന്ധമായിട്ട് ഞാനത് പറയുകയാണ്. പക്ഷേ R. ശങ്കറിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നതിന് പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നതിനാണ് പോകുന്നത് എങ്കിൽ സ്വാഭാവികമായും പ്രധാനമന്ത്രിയാണ് കണ്ടത്. പക്ഷേ അതിനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. APJ അബ്ദുൽ കലാമിൻ്റെ നിര്യാണത്തെ തുടർന്ന് 12 മണിക്ക് അപ്പോയിൻമെൻറ്റ് ഞാൻ അന്നാണ് കിട്ടിയതാണ്. പക്ഷെ അമിത്ഷായുമായി അതിനു വേണ്ടി കാണുമ്പോൾ തൊട്ടടുത്തിരിക്കുന്നത് VHPയുടെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള സംഘപരിവാർ നേതാക്കളാണ്. SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഇവിടെ നിന്ന് പോകുമ്പോൾ നേരിട്ട് കാണാൻ അമിത്ഷാ തയ്യാറാകുന്നു എന്ന് മാത്രമല്ല സംഘപരിവാറിൻ്റെ മുഴുവൻ നേതാക്കളെയും കൂടെ ഇരുത്തുമ്പോൾ വരാൻ പോകുന്നത് BJP SNDP യോഗ സഖ്യമാണ് എന്ന് ഊഹിക്കാൻ ഏത് രാഷ്ട്രീയ നിരീക്ഷകനും കഴിയും. ഇവരുടെ എല്ലാം ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അമിത്ഷായുടെ ഒപ്പം ഇരുന്ന് ഈ പറഞ്ഞ VHPയുടെ നേതാവ് മാന്യൻ ഉണ്ടായിരുന്നുള്ള നേരാണ്. അവർ പല കാര്യത്തിനും അവിടെ കൂടുമായിരിക്കാം. അത് അദ്ദേഹത്തിൻ്റെ വീടാണ്. ഇപ്പോൾ ആഫീസല്ല. ആഫീസിലാണ് ഇവരെല്ലാം കൂടെ കൂടിയത്. എനിക്ക് പറഞ്ഞാൽ മനസ്സിലാകും. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇവരെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ള നേരാണ്. ഞങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുക്കാനുള്ള റിക്വസ്റ്റ് അദ്ദേഹത്തിൻ്റെ കൊടുത്ത് ആരുടെ അമിത്ഷായുടെ കൊടുത്തിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഏതായാലും നിങ്ങൾക്ക് ഈ മരണവുമായി ബന്ധപ്പെട്ടത് ഇനി നാളെയും കാണാനൊക്കത്തില്ലല്ലോ, ഇത് എനിക്കറിയാം, ഞാനൊന്നും അറേഞ്ച് ചെയ്തോളാം. ആഗസ്റ്റ് അവസാനത്തോടു കൂടി തന്നെ ഞാൻ ഈ കത്ത് കൊടുത്ത് അദ്ദേഹത്തിന് വരുത്താനുള്ള കാര്യം ഞാൻ ചെയ്തത് കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് രാഷ്ട്രീയം ചർച്ച ചെയ്തത്. അവിടെ ചെന്നിട്ട് അവിടെ ഒരു രാഷ്ട്രീയവും ചർച്ച ചെയ്തില്ല. അവർ ആരുടെ ചോദിച്ചു. അതെ, ഒരുത്തനെ തന്നെ നിലച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും. പിന്നെ വരുണ്ടവന് ഇരുണ്ടതെല്ലാം പിശാചെന്നേ തോന്നുള്ളൂ എന്ന് ഇതിന് മറുപടി പറയാൻ സാധിക്കുള്ളൂ. ഇത് ചങ്കെടുത്ത് കാണിച്ചാലും ചെത്തിപ്പോവാണെന്ന് പറഞ്ഞാൽ മതിയാ. എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ് അങ്ങനെ എത്രയോ നേതാക്കന്മാരെ കണ്ടപ്പോൾ ഈ ആരോപണങ്ങൾ ആരും പറഞ്ഞില്ല. ഇന്ത്യ ഭരിക്കാൻ ഞങ്ങളാണോ അവരെ ഏൽപ്പിച്ചത്? ആ ഇന്ത്യ ഭരിച്ച അധികാരമുള്ളവർക്ക് ഞങ്ങൾ എന്തെങ്കിലും ചെന്ന് അവകാശം ചോദിച്ചാൽ സഖ്യം ചർച്ച ചെയ്തില്ല, രാഷ്ട്രീയം ചർച്ച ചെയ്തു, അവസരം കിട്ടിയാൽ ഞങ്ങളത് ഉപയോഗിക്കും തുടങ്ങിയൊക്കെ ജനറൽ സെക്രട്ടറി തന്നെയാണ് അമിത്ഷായുടെ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അവസരം കിട്ടിയാൽ അവരെന്തെങ്കിലും തന്നാൽ ഞങ്ങൾ അവിടെ പാർട്ടിയുടെ പങ്കല്ല പറ്റാനല്ല പോകുന്നത്. അവിടെ പാർട്ടിയുടെ സ്വത്തിൻ്റെ അല്ല, അധികാരത്തിൽ ഇരിക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും അവകാശങ്ങൾ ഞങ്ങൾക്ക് നേടാനുണ്ടെങ്കിൽ അത് ചോദിച്ചു വാങ്ങി അവസരം കിട്ടിയാൽ അത് ഉപയോഗിക്കും എന്ന് പറയുന്നതിനോടൊപ്പം മുമ്പ് ജ്യോതി ബസുവിന് പ്രധാനമന്ത്രി പദം വെച്ച് നീട്ടിയിരുന്നു. അത് അന്ന് വേണ്ട എന്ന് വെച്ചത് പിൽക്കാലത്ത് ആന മണ്ടത്തരമായി പോയ കാര്യവും ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് അവസരം കിട്ടിയാൽ ഞങ്ങളത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, തുഷാർ വെള്ളാപ്പള്ളിക്ക് എന്തെങ്കിലും ഒരു ഓഫർ അമിത്ഷാ വെച്ച് നീട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ BJP വെച്ച് നീട്ടിയിട്ടുണ്ടോ? കിട്ടിയില്ല. ഇനി സത്യസന്ധമായി പറയാം. അഥവാ ഇനി വെച്ച് നീട്ടിയാൽ തന്നെ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടില്ല. അതാണ് തുഷാറിനാണ് കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ല, ആർക്കാണെന്നുള്ളത് നിങ്ങൾ തമ്മിൽ തീരുമാനിക്കാം. ഈ വയസ്സാം കാലത്ത് SNDP ജനറൽ സെക്രട്ടറി ഇനി ഗവർണർ മാത്രമേ ആവുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണോ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഒരു ഗവൺമെന്റ് BJP ഗവൺമെന്റ് ഉൾപ്പെടെ ഒരു ഗവൺമെന്റിന്റെ ഒരു ഔദാര്യത്തിലും ഒരു സ്ഥാനവും ഈ ജന്മം ഞാൻ സ്വീകരിക്കില്ല.
അത് പണ്ടേ പറഞ്ഞു. എനിക്ക് അതൊക്കെ പാർലമെന്റ് വിശദീകരിച്ചിട്ടില്ല. കണിച്ചുകുളങ്ങര ദേവി ക്ഷേത്രത്തിലേക്ക് SNDP യോഗത്തിലേക്കും മാത്രമേ ഞാൻ മത്സരിക്കുന്നുള്ളൂ എന്നുള്ള ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണല്ലോ തുഷാറിനെ പിടിക്കുന്നത്. അല്ല, തുഷാറിനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കണേ, ഞങ്ങൾക്ക് എന്തെങ്കിലും അധികാരം ആരെങ്കിലും തന്ന് ഇപ്പം തന്നെ പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തന്ന് അപ്പം ഞങ്ങളുടെ യൂണിയന്റെ നേതാവിന് കൊടുത്തു. അതെല്ലാവരും ഇട്ട് ആദിച്ചപ്പോൾ അതുപോലെ SNDP യോഗത്തിന് ലഭിക്കുന്ന സ്ഥാനങ്ങൾ ഇപ്പോൾ സ്വാഭാവികമായി വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ തുഷാറിന് നൽകാവുന്നതേ ഉള്ളൂ. ആ ഓഫർ ഉണ്ടോ ഇല്ലയോ? വെള്ളാപ്പള്ളി നടേശൻ അക്കാര്യത്തിൽ ഒരു സത്യസന്ധത കാണിക്കുന്നതായിട്ട് നിങ്ങളോട് നുണ പറയത്തില്ല. ഇനി കിട്ടുക വല്ല ഓഫറുമായിട്ട് വന്ന ആദ്യം നികേഷനെ തന്നെ വിളിച്ച് പറയാം. ഓഫർ കിട്ടിയാൽ സ്വീകരിക്കുമോ? ഓഫർ കിട്ടിയാൽ ഘടകങ്ങൾ ചർച്ച ചെയ്തിട്ടേ സാധിക്കുള്ളൂ. ആര് ഓഫർ വന്നാലും ഘടകങ്ങളിൽ ചർച്ച ചെയ്ത്, ബോർഡുണ്ട്, കൗൺസിലുണ്ട്, ഘടകങ്ങളിൽ ചർച്ച ചെയ്ത് മാത്രമേ സ്വീകരിക്കാൻ സാധിക്കൂ. പക്ഷേ എങ്കിലും സ്വീകരിക്കാമെന്ന് തന്നെയാണ് അതിൻ്റെ ഒരു സ്വീകരിക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ എനിക്ക് സാധിക്കും ഒറ്റയ്ക്ക്. അതിന് ഒരു ജനാധിപത്യത്തിൽ അതിൻ്റേതായ ഘടകങ്ങൾ ചർച്ച ചെയ്യാതെ ഈ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ അത് സ്വീകരിക്കത്തില്ല, അത് സ്വീകരിക്കുമെന്ന് പറയാൻ ഇതൊരു ജനാധിപത്യ പ്രക്രിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. BJP ഒരു വർഗീയ കക്ഷിയല്ലേ? അവരുടെ സ്ഥാനമാനങ്ങൾ SNDP യോഗത്തിന് അംഗീകരിക്കാൻ കഴിയുമോ? BJP മാത്രമല്ല, സവർണറുടെ പാർട്ടിയാണ്. അക്കാര്യത്തിലൊരു തൃപ്തികരമായ വിശദീകരണം ജനറൽ സെക്രട്ടറി തന്നെ ഡൽഹിയിൽ വെച്ച് നൽകി. ഒരു ആവരണം പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ സവർണർ എന്നൊക്കെ പറഞ്ഞ് അതിനായിട്ട് നിർത്തുന്നത്. പക്ഷേ അതൊരു വർഗീയ പാർട്ടിയല്ലേ? ഹിന്ദു വർഗീയ പാർട്ടിയാണ് BJP എന്ന് പറയാനൊക്കെ. അതിൻ്റെ ആ മുഖങ്ങളെല്ലാം മാറി മാറി വരികയല്ലേ. അൽഫോൺസ് കണ്ണന്താനം വരെ അതിൽ ചേർന്നില്ലേ? യഥാർത്ഥ വർഗീയ പാർട്ടികൾ ഇവിടെ ഉണ്ടല്ലോ. അവരെന്താ പറയാത്തത്? മുസ്ലിം ലീഗിൻ്റെ മുഖം എന്താണ്? കേരള കോൺഗ്രസിൻ്റെ മുഖം എന്താണ്? അതിൻ്റെ എല്ലാം വർഗീയത മാത്രം 24 മണിക്കൂറും പറയുകയും പ്രവർത്തിക്കുകയും അധികാരത്തിൽ നിന്നുകൊണ്ട് അവരുടെ സ്വന്തം സമുദായത്തിൽ മാത്രം അധികാര അവകാശം പിടിച്ച് പറിച്ചു കൊണ്ടുപോകുമ്പോൾ അതിനെ വർഗീയത കാണാത്ത നിങ്ങൾ BJP ഇന്ത്യ ഭരിക്കാൻ അവർക്ക് അവസരം കൊടുത്തത് ഞങ്ങൾ BJPയുമായി ചേർന്ന് മുന്നോട്ട് പോകാനാണോ SNDP യോഗം? ഇല്ല, അങ്ങനെ യാതൊരു തീരുമാനമില്ല. ഞങ്ങൾക്ക് എപ്പോഴും ആമുഖി എന്നെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷം കുറച്ചുകൂടെ സുതാര്യമായിട്ടും കുറച്ചുകൂടെ ഞങ്ങളോട് സ്നേഹമായിട്ടും പെരുമാറുക. ഞങ്ങളെ വഴിയിട്ടടിക്കുന്നത് ശരിയാണോ? നിങ്ങളിന്നും ആലോചിച്ചു. ഇത്രയും കൊല്ലമായി ഞങ്ങളുടെ ഹൃദയം വരെ അവർക്ക് കൊടുക്കുന്നത്. ഒരു നല്ല വാക്കുന്ന ആൾ വരെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വേദികളിൽ അവരെല്ലാം വിളിച്ചാതിരിക്കുന്നുണ്ട്. ഇവിടുത്തെ സവർണരുണ്ട്, അതുപോലെ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉത്തരവാദിത്തപ്പെട്ടവർ അവരുടെ വേദികളിലും അവർ കയറ്റാറുണ്ടോ? എന്നും അവരൊക്കെ ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഞങ്ങളെല്ലാം വേദികൾ കൊടുത്ത് ആദരിച്ച് ബഹുമാനിക്കുന്നിട്ടുള്ളത് SNDP യോഗം മാത്രമാണ്. പക്ഷെ ഒരു നല്ല വാക്ക് ഞങ്ങളെപ്പറ്റി പറയാറില്ല. അതേസമയം ഇവിടുത്തെ ന്യൂനപക്ഷത്തെ പറ്റിയും ഇവിടുത്തെ സവർണ വിഭാഗത്തെ പറ്റിയും പൊക്കി പറയുന്ന കാര്യത്തിൽ ഇവർക്ക് ആർക്കും മടിയില്ല. എവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തെറ്റ് പറ്റിയത് എന്നാണ്? അവർ തെറ്റ് പറ്റിയതെന്ന് വെച്ചാൽ അവരെ സ്നേഹിച്ച അടിസ്ഥാന വർഗത്തെ കൂടെ നിർത്താതെ അവരെല്ലാം കാലിൻ്റെ ചവിട്ടിൽ നിന്നെന്ന വിചാരത്തിൽ ന്യൂനപക്ഷങ്ങൾ പറയുകയും അതുപോലെ സവർണ വിഭാഗങ്ങൾ പറയുകയും ഇവർ പോയപ്പോൾ അവർക്ക് തെറ്റുപറ്റിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഈഴവ വോട്ടുകൾ ഒലിച്ചു പോകുന്നുണ്ടോ? ഉണ്ട്. അതിന് തെളിവല്ലേ? ഈ അരിക്കര കണ്ടില്ലേ, നെയ്യാറ്റിൻകര കണ്ടില്ലേ? ഇത് കണ്ടാലും കൊണ്ടാലും പിടിച്ചില്ല ഞാനെന്ത് ചെയ്യും? ഈഴവ വോട്ടുകൾ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിട്ടകന്നിട്ടില്ല. ഇതാദ്യമായി എത്രയോ നാൾ പോയി. അച്യുതാനന്ദൻ തോറ്റല്ലോ. അന്ന് ഈഴവ വോട്ട് പോയതുകൊണ്ടല്ലോ തോറ്റത്. പക്ഷെ അത് രാഷ്ട്രീയമായ കാരണങ്ങളും അവിടെ അതൊക്കെ രാഷ്ട്രീയ കാര്യമൊന്നുമില്ലപ്പാ. ആ പാവം പളനിനെ കുറിച്ചെന്നേ ഉള്ളു. പളനി വിചാരിച്ചാൽ എന്തെങ്കിലും മറിക്കാനുള്ള വോട്ടൊന്നും അവിടെ കയ്യിലില്ല, അതിനുള്ള കഴിവില്ല അയാൾക്ക്. അയാളിനെ ക്രൂശിച്ചൊന്നും മാത്രമേ ഉള്ളൂ. അന്ന് തൊട്ടേ ചോരാൻ തുടങ്ങിയതല്ലേ ഇത്. കാരണം അവരെ കൂടെ നിർത്തിക്കൊണ്ട് കുറച്ചുകൂടെ സ്നേഹം കൊടുത്ത് വാങ്ങണം. പഴയ സ്റ്റൈലില്ല, ഇടാവാട സ്റ്റൈൽ മാറ്റണം. കുറേ സ്നേഹമായിക്കൊണ്ട് അതിന് പാർട്ടിക്ക് തന്നെ പാർട്ടി നേതാക്കന്മാരുടെ സമീപനങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് പാർട്ടി നേതൃത്വം വരെ ചിന്തിച്ച് സർക്കുലർ അയച്ചു കൊടുത്തല്ലേ പലർക്കും. ജനറൽ സെക്രട്ടറി തന്നെ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു, ഇതിനെ ഒട്ടിച്ചുകൾ, ഇതിനെ പറ്റിച്ചുകൾ, ഇതിനെ എന്നൊക്കെ പറയുന്നൊരു ശൈലി മാറ്റണമെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ മാറ്റത്തിൽ വേണം. പല നേതാക്കന്മാരും അല്ലേ ശൈലി. അത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് അറിയാം. താഴെക്കടത്തിലുള്ള പല നേതാക്കന്മാരുടെയും ഇടാവാട സ്റ്റൈലും നോക്കിക്കളയാം, കണ്ടുകളയാം, വഴിവെച്ച് തട്ടിക്കളയാം. ഇങ്ങനെയുള്ള പഴയ ആ സ്റ്റൈലുകൾ മാറ്റണമെന്ന് കേന്ദ്രത്തിലുള്ള നേതൃത്വം വരെ കീഴ്ഘടകങ്ങൾക്ക് അവർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ സ്വഭാവം ശൈലി മാറണ്ടേ. പണ്ടത്തെ കാലമല്ല, ഇപ്പോൾ പിള്ളേർ പഠിച്ച് വന്നു.
ഇന്ന് പഴയ ചെത്തുകാരനായിരുന്നു, ആ ചെത്തുകാരൻ്റെ ഓൻ ഇപ്പോൾ കോളേജിൽ പഠിക്കുന്നുണ്ട്, കോളേജിൽ പഠിച്ചിട്ട് അവൻ ഇന്ന് IT പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ 10-50 കൊല്ലത്തിനുള്ളിൽ മാറ്റങ്ങൾ ഈ രാജ്യത്ത് ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലാക്കുന്നില്ല. അത് അവർ വേണ്ടത്ര മനസ്സിലാക്കുന്നില്ല. ഈ നേതാക്കൾ തമ്മിലുള്ള തമ്മിലടി ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അത് പ്രധാന കാരണമാണല്ലോ. ഇപ്പം തന്നെ അവിടെ ഒരു തെരഞ്ഞെടുപ്പിന് പോയിട്ട് അച്യുതാനന്ദനും VS കൂടെ ഒരേ വേദിയിൽ ഒന്ന് കാണിച്ചു. പിണറായി വിജയൻ VS. അതെ, പിണറായി ഒന്ന് ജനത്തെ ഒന്ന് കാണിക്കാനെങ്കിലും. ഒന്നുമില്ലെങ്കിൽ പ്രതിപക്ഷങ്ങൾ ഒരുപാട്, ഈ ഭരണപക്ഷങ്ങൾ നിൽക്കുന്ന ഒരുപാട് ഈ കാര്യത്തെപ്പറ്റി ആക്ഷേപം പറഞ്ഞപ്പോൾ മനുഷ്യനെ ബോധ്യപ്പെടുത്താനെങ്കിലും ആ വേദി ഒന്ന് കാണേണ്ടതല്ല. ഞാൻ മാത്രമല്ല, ഈ മിമിക്രി കാണാൻ വന്നവരെങ്കിലും വോട്ട് ചെയ്തിരുന്നെങ്കിൽ ജയിച്ചതിൻ്റെ എന്നൊക്കെ കമൻ്റ് ആരൊക്കെ പറഞ്ഞ് അതൊക്കെ പാർട്ടിയിലുള്ള ആ ഉൾപ്പോരിനെ അല്ലേ കൂടുതൽ കാണിക്കണം. VS ശക്തനായ ഒരു പാർട്ടി പ്രവർത്തനം, അദ്ദേഹത്തിന് നേതാവും അനുയായിയുള്ള നേതാവുമാണ്. അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ ആർക്കും പെട്ടെന്ന് തള്ളിക്കളയാവുന്ന ഒരു മാന്യനല്ലത്. ഈ മൈക്രോക്കാരനെ ഈ പാവങ്ങൾക്ക് ഞങ്ങൾ കാശ് കൊടുത്തതാണ് കുഴപ്പം. അതിനെ നല്ലതായി കണ്ടുകൊണ്ട് അത് ഞങ്ങളെ കൂടെ ഉപയോഗിക്കണ്ടേ? ഞങ്ങളെ ഉപയോഗിക്കാനവർക്ക് എന്താ മടി? ഞങ്ങളെവിടുത്തെ ഇത്ര അയിത്തം? ഞങ്ങളെന്തെങ്കിലും ചോദിച്ചാൽ തരാൻ മടി എന്താണ്? ബാക്കിയുള്ളവർക്ക് എന്ത് വാരി വാരി കൊടുക്കുന്നു? 50 കൊല്ലമായില്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കാൻ തുടങ്ങിയിട്ട്. ശങ്കർ സാർ അധികാരത്തിൽ നിന്ന് പോയതിൽ പിന്നിട്ട് എന്ത് കിട്ടിയിടാം? വിദ്യാഭ്യാസം അതിൽ ഞങ്ങളത് പറഞ്ഞാൽ ഉടനെ പറയും നിങ്ങൾ വിദ്യാഭ്യാസം കച്ചവടം ചെയ്യാനാണ്, കാശടിക്കാൻ വേണ്ട, ഞങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം സർക്കാരിലേക്ക് വിട്ടുതരാം, PSC നിയമനം വഴി നിങ്ങൾ നടത്തിക്കോളൂ. തയ്യാറുണ്ടോ? പക്ഷെ അത് തയ്യാറുമല്ല എന്ന് ബാക്കിയുള്ളവർക്ക് ഇഷ്ടം പോലെ ഒരു കോഴ്സ് പോലും ഞങ്ങളുടെ കോളേജിൽ തരികയാണ് മിസ്റ്ററെ. കേരളത്തിൽ BJPയുമായി ഒരു രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കാൻ SNDP യോഗം യോഗം നേരിട്ടോ അല്ലെങ്കിൽ SNDP യോഗം സ്പോൺസർ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഉണ്ടാക്കില്ല എന്ന് ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ SNDP യോഗത്തിലുള്ളവർക്കൊരു പാർട്ടി ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ ഒരു അനൗപചാരിക തലത്തിൽ SNDP യോഗത്തിൻ്റെ പാർട്ടി രൂപം കൊള്ളുന്നതിനുള്ള സാധ്യതകളാണ്. അങ്ങനെയാണെങ്കിൽ അത് BJPയോടൊപ്പം കൊണ്ടുപോകുന്നതിനോടാണോ ഇപ്പോൾ താല്പര്യം, അതോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് ഉണ്ടാക്കുന്നവർ തീരുമാനിക്കട്ടെ. കാരണം ഇപ്പോൾ വിദ്യാസാഗറിൻ്റെ ഒരു SRP ഉണ്ട്, പിന്നെ മറ്റൊരു ഒരാളുടെ SRP ഉണ്ട്. അതൊക്കെ അവർ തീരുമാനിച്ച് അവർക്ക് ഇഷ്ടമുള്ളവരോട് കൂടി പൊയ്ക്കോട്ടെ. തുഷാറിനെ ആ പാർട്ടിയിലേക്ക് വിടാൻ ആലോചിക്കുന്നുണ്ടോ? ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഇതേവരെ അല്ല, LDFനോടൊപ്പം പോകാനാണോ അതോ BJPയോടൊപ്പം പോകാനാണോ? അത് LDFനോട് സഹകരിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം. പിന്നെ BJPയുമായി പോവുകയും ചെയ്യുക, എന്നിട്ട് അതിന്റെ മുറ്റത്ത് വന്നിട്ട് LDFനോട് സഹകരിക്കണം എന്ന് പറയുകയും പാർട്ടി പ്രസിഡന്റിനെ കണ്ടുപോയി വിചാരിച്ച് പോയെന്ന് പറഞ്ഞാൽ മതിയാ. ഞങ്ങൾ അധികാരമുള്ള ആളിനെ പോയെന്ന് കണ്ടു. ഞങ്ങൾ പറഞ്ഞല്ലോ 100 വട്ടം ഇവിടെ LDFൻ്റെ നേതാക്കന്മാർ മത നേതാക്കന്മാരെ കാണാനും സമുദായ നേതാക്കന്മാരെ കാണാനും അവിടെ പോവുകയും ഒക്കെ ചെയ്യുന്നില്ല. ഞങ്ങളൊന്നും കാണാൻ ആരെങ്കിലും വരാറുണ്ടോ? അതെന്തായി തായിത്തം ഞങ്ങളോട്? ഞങ്ങളുടെ എല്ലാ വോട്ടും വേണം, ഞങ്ങളുടെ ആളുടെ വോട്ടും വേണം. അതിനപ്പോൾ പറയുന്നത് തന്നെ SNDPക്കാരും പറഞ്ഞ ഒറ്റ വോട്ട് അവർ പറഞ്ഞെടുത്ത് വീടുകളെന്നും പറഞ്ഞ് ഞങ്ങളെ വെല്ലുവിളിക്കുന്ന ശബ്ദങ്ങളല്ലേ TV-യിലൂടെ കാണുന്നത്. ഞങ്ങൾ എന്തിനാണ് വെല്ലുവിളിക്കുന്നത്? ഞങ്ങളുടെ ചോര കൊണ്ട്, ഞങ്ങളുടെ സമുദായത്തിൻ്റെ ചോര കൊണ്ട് വളർന്നവരാണ്. ദേശാഭിമാനി വരെ എനിക്കറിയാം, ഞാൻ കൊണ്ട് നടന്ന് ചിലവാക്കിച്ചവരാണ്. ചകല ചെത്തുകാരൻ്റെ വീട്ടിൽ കൊണ്ടിരുന്നത് ലൈഫ് ടൈം മെമ്പർഷിപ്പ് എടുത്തു, പിന്നെ ഇയർലി ഒരു കാലത്ത് അച്യുതാനന്ദൻ പറഞ്ഞിട്ട്. അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം പ്രവർത്തിക്കാനാണ് താല്പര്യം, എന്നാൽ അവർ തിരുത്തണം എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു മുന്നണി സംവിധാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവിടെ SNDP യോഗം ജനറൽ സെക്രട്ടറി തിരുത്തണമെന്ന് പറയാൻ ആരാണ്? ഞാനൊരു സമുദായ നേതാവ് എന്നുള്ളത് കണക്കാക്കിയാൽ മതി. അല്ല, ഒരു സമുദായ നേതാവിൻ്റെ പണിയെടുത്താൽ മതി, രാഷ്ട്രീയം ഞങ്ങൾ നോക്കിക്കോളാം എന്നാണ് ഇടതുപക്ഷം പറയുക. ആ സമുദായ നേതാവത്തിന് സാമൂഹ്യമായി കാണുന്ന അനീതിക്കെതിരെ പ്രതികരിക്കുന്ന ആണ് SNDP ഒരു സമര സംഘടനയാണ്. ഇതൊക്കെ മറ്റിടത്തുള്ള എച്ചിൽ കഷണത്തിന് വേണ്ടിയാണെന്നാണ് CPMൻ്റെ പല നേതാക്കളും പറയുന്നത്. വ്യാഖ്യാനിക്കുന്നതാണ്. അവരിങ്ങനെ പറഞ്ഞ് എവിടെ എത്തി? അവർ വളർന്നപ്പോൾ കുഴിയാനയെ കൂട്ടി സഞ്ചരിക്കുന്ന രീതിയിലാകാൻ ഞങ്ങളാണ് ആ കാരണക്കാർ. ഒരു കാലത്ത് ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് ഭരിച്ചതാണ് കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ ഒരുപക്ഷെ വടക്ക് വല്ല സീറ്റ് കാണുമെന്നുള്ളതല്ലാതെ തിരുക്കൊച്ചിയിൽ ഒരെണ്ണമെങ്കിലും ഉണ്ടാ ഈ CPM ഒറ്റയ്ക്ക് നിൽക്കാൻ. പിണറായി വിജയനെ കണ്ടപ്പോൾ പിണറായി വിജയൻ തുഷാറിനോട് പറഞ്ഞത് അവിടെ ഈഴവ വോട്ടുകൾ ചോർന്നു പോകാനുള്ള കാരണം തുഷാർ അവിടെ കേന്ദ്രീകരിച്ച് നിന്ന് BJPയെ സഹായിച്ചതുകൊണ്ടാണ് എന്നാണ് എന്ന് അദ്ദേഹം പറഞ്ഞാലുണ്ടല്ല. SNDP ജനറൽ സെക്രട്ടറി സ്ഥാനം ഞാൻ രാജിവെച്ച് തരാം. തുഷാർ അവിടെ കേന്ദ്രീകരിച്ച് നിന്നോ, ഞാനൊരു ഫോൺ ചെയ്ത് അവിടെ നിർദ്ദേശം കൊടുത്ത് എൻ്റെ ഫോൺ കാളായി നോക്കുക ചെയ്തെന്നോ തെളിയിച്ച് പിണറായി അരുവിക്കരയിൽ O രാജഗോപാലിനെ സഹായിക്കുന്ന സമീപനമായിരുന്നില്ല SNDP യോഗം എടുത്തിരുന്നത്. SNDP അങ്ങനെ ഒരു സമീപനം അവിടെ പ്രത്യേകിച്ച് എടുത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജനമനസ്സുകളിൽ പാർട്ടി അകന്നുപോയി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.
ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് പാർട്ടി കാൻഡിഡേറ്റിന് സ്വന്തം താമസിക്കുന്ന പഞ്ചായത്തിൽ പോയി വോട്ട് കുറഞ്ഞു പോയി? അപ്പോൾ തുഷാർ അവിടെ പോയി ക്യാമ്പ് ചെയ്തിട്ടാണ്? തുഷാർ അവിടെ ക്യാമ്പ് ചെയ്തിട്ടില്ല. ക്യാമ്പ് ചെയ്ത് എവിടെയാണെന്ന് തെളിയിച്ചു തരാമോ? അതാണ് അദ്ദേഹത്തിനുള്ളൊരു വലിയ ദോഷം. ഈ തോറ്റ് കഴിഞ്ഞ ചില അനുയായികളും ചെവികടിപ്പ് കടിക്കുന്നവരുണ്ട്, ചെന്ന് കുറേ നുണ പറഞ്ഞു കൊടുക്കും. അത് മുഴുവൻ അദ്ദേഹം കേൾക്കും. എന്നിട്ട് ആ പറഞ്ഞത് മുഴുവൻ അദ്ദേഹം വിശ്വസിക്കും. അദ്ദേഹം എൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ തിരക്കട്ടെ. വോട്ട് ചോർന്ന് പോയതിൻ്റെ കാരണം എന്ത് എന്ന് തിരക്കി അതിനുമാണ് പരിഹാരം കാണേണ്ടത്. അല്ലെ, ഞങ്ങളാണ് ഓർത്ത് കുറിച്ച് അങ്ങേപ്പോൾ വലിയ പിണറായി വിജയൻ അവിടെ 1.5 മാസം ക്യാമ്പ് ചെയ്തിട്ടുള്ളതാണ്. CPM-ന്റെ സമീപകാലത്ത് കണ്ട സംസ്ഥാന സെക്രട്ടറിമാരിൽ ഏറ്റവും നല്ല സംഘാടകനായിട്ടാണ് പിണറായിയെ വിലയിരുത്തുന്നത്. അങ്ങനെ ഒരാൾ 1.5 മാസം ഒരു മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചിട്ട് അവസാനം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ 10,000 ചില്ലുവാനം വോട്ട് തോക്കുന്നു എന്ന് പറയുമ്പോൾ, അപ്പോൾ ഈ സംഘടനാ പ്രവർത്തനത്തിന് വിലയിരുത്തുമ്പോൾ പരാജയമായിരുന്നു ബോധ്യപ്പെട്ടാൽ മതി. അദ്ദേഹം നല്ല സംഘാടകനാണെന്ന് പറഞ്ഞല്ലോ. സംഘാടകൻ അല്ലെന്ന് മനസ്സിലാക്കിയുള്ളൂ. കാരണം വിലയിരുത്താൻ അവിടെ ചെല്ലുമ്പോൾ ആ സംഘടനാ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമമായി തട്ടിച്ചെന്നിട്ടില്ല. മാത്രമല്ല, ഈ പാർട്ടി അണികൾ അടന്നുപോയി എങ്കിൽ പാർട്ടിക്കാരിൽ അണികൾക്ക് പാർട്ടിയുള്ള വിശ്വസ്തത നഷ്ടപ്പെട്ടു പോയി എങ്കിൽ ഞങ്ങളാണ് കാരണക്കാരെ. അത് ഇനി സമയമുണ്ടെന്ന് 2 അനുഭവം ഉണ്ടായില്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈഴവരിൽ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ? ഈഴവർ ഇതുവരെ BJP-യോ സംഘപരിവാറിനെയോ അങ്ങനെ അടുപ്പിച്ചിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് കൂറ് ഇടതുപക്ഷ കൂറുണ്ടായിരുന്നു. അത് വളരെ സത്യമാണ്. അതായത് ഇന്നിപ്പോൾ ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിനെയും ഇന്നും ഇവിടുത്തെ പിന്നോക്ക അധസ്ഥ വർഗങ്ങൾക്ക് തീരെ തൃപ്തികരമല്ലാതെ മാറിയിട്ടുണ്ട്. അവരിൽ നിന്ന് കിട്ടുന്നില്ല, ഇവരിൽ നിന്ന് ഇടം കിട്ടാതെ ഇതുങ്ങൾ പക്ഷെ അങ്ങനെയല്ല. ഈഴവർ കണ്ടുകൊണ്ടിരുന്നത് UDF ആണ് ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നത്. ഈ ന്യൂനപക്ഷ പ്രീണനത്തിന് 5 വർഷത്തിൻ്റെ വൃത്തം പൂർത്തിയാക്കുമ്പോൾ ഹിന്ദു കൺസോളിഡേഷൻ LDF-ന് അനുകൂലമായി ഉണ്ടാവുകയും LDF അധികാരത്തിൽ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് 86-ന് ശേഷം ഇങ്ങോട്ടുണ്ടായിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം ഇപ്പോൾ ഈഴവൻ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കാരണമുണ്ട്. ഇത് തമ്മിലൊരു വ്യത്യാസമില്ലാതെ വന്നു. LDF-ഉം ആരുടെ പറയുകയാണ് ഇപ്പോൾ? അവർ ന്യൂനപക്ഷങ്ങളെ പറയല്ലേ? ഇത് വന്നപ്പോഴാണ് കിട്ടിയിടത്തേക്ക് അവർ പോയി. അത് BJP-യിലായി. ആ BJP-യുടെ ഇഷ്ടം കൊണ്ടല്ല. ഒരിക്കലും കേരളത്തിൽ BJP ഇഷ്ടപ്പെടാൻ ഈ വർഗത്തിന് സാധിക്കില്ല. അവർ പോയി ഇടമില്ലാത്തത് കൊണ്ടും ഇവർ ഇഷ്ടമില്ലാത്തത് കൊണ്ടും കിട്ടിയ ഇടത്തിലേക്ക് കയറി എന്നുള്ളതല്ലാതെ ആ പോയവരെ എന്തുകൊണ്ട് പോയി അവരെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ആർജവം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിക്കണം. അല്ല, തുഷാർ പോയി 1 മാസം അവിടെ കിടന്നു, മറ്റവൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് സ്വന്തം പരാജയത്തിനുള്ള കാരണങ്ങൾ കാണുന്ന ഇങ്ങനെ ആയിരിക്കരുത്. യഥാർത്ഥ കാരണം കണ്ടുപിടിച്ച് അവരുടെ കൂടെ നിന്ന് ആരെല്ലാമാണോ ആ വിഭാഗത്തെ കൂടെ നിർത്തണം. അതുകൊണ്ട് SNDP യോഗത്തെ കൂടെ നിർത്തി ഞങ്ങൾക്ക് ആർക്കും സ്ഥാനാർത്ഥിയാകണ്ട, ഞങ്ങൾക്ക് ആർക്കും പദവിയും തരണ്ട. പക്ഷേ സമുദായം നേരിടുന്ന വെല്ലുവിളികൾക്ക് അനുസൃതമായി ഞങ്ങളെ കൂടെ പരിഗണിക്കണം, ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന പോലെയെങ്കിലും. അത് തരുന്നില്ല. ഈഴവൻ മതേതരവാദിയാണ്. ഈഴവൻ സവർണ വർഗീയവാദത്തിനെതിരാണ്. ഇന്നേ വരെ ആ ഈഴവനെയാണ് ഇപ്പോൾ ഇടതുപക്ഷ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ സംഘപരിവാറിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് കാണുന്നത്, അല്ലെ അങ്ങോട്ടേക്കുള്ള ഒരു പോക്ക് നമ്മൾ കാണുന്നത്. അത് ശരിയാണ്, ഇടതുപക്ഷത്തിന് തെറ്റുപറ്റിയിട്ടുണ്ടാവും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാവും. പക്ഷെ ആ പോക്ക് തെറ്റായ ദിശയിലേക്കല്ലേ? BJP-യിലേക്ക് പോകുന്നത് തെറ്റായ ദിശയിലേക്ക് തന്നെയാണ്. അങ്ങനെ പോകാൻ ലക്ഷ്യബോധമില്ല അവർക്ക്. മാർഗമില്ലാതെ വന്നപ്പോൾ പോയതല്ലേ. ആ മാർഗമില്ലാതെ വന്നപ്പോൾ പോകാനുള്ള സിറ്റുവേഷൻ വന്നതുകൊണ്ടല്ലേ ഇവിടെ ഇടയില്ല, അവിടെ ഇടയില്ല, പിന്നെ എവിടെയെങ്കിലും കയറണ്ടേ എന്ന് വിചാരിച്ച് പോകുന്നതാണ്. ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ ഈ ഒരു വർഗീയ ചിന്ത ഈഴവരിൽ ചെലുത്തുന്നത് കൊണ്ടായിരിക്കില്ലേ ഈഴവർ ഇപ്പോൾ സംഘപരിവാറിലേക്ക് പോകുന്നത്? ഇപ്പം ന്യൂനപക്ഷ പ്രീണനം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളെ പരമാവധിയാക്കുക, അപ്പോൾ ഒരു സോഷ്യൽ ഇമ്പാക്റ്റും അതിൻ്റെ ഭാഗമായിട്ടും ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ സംശയമില്ല. കാരണം കൊടുക്കുമ്പോൾ ആ സർക്കാരിൻ്റെ ഖജനാവിൽ സമ്പത്താണ് വാരി കൊടുക്കുന്നത്. ഇപ്പം ന്യൂനപക്ഷത്തിന് കൊടുത്ത് ഈ രാജ്യത്ത് ന്യൂനപക്ഷം ഭൂരിപക്ഷത്തിനേക്കാൾ സമ്പന്നരാണ്. അല്ല, ഈ പറയുന്നത് ഈഴവരിൽ ഒരു വലിയ ഹിന്ദു ബോധം ഉണർത്തുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി ഹിന്ദു താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർട്ടി സംഘപരിവാറിന് തെറ്റിദ്ധരിച്ചിട്ടാണ് അങ്ങോട്ടേക്ക്. സംഘപരിവാറിന് ഇവിടെ ഭരിക്കാൻ ഒരു അവസരമില്ല സുഹൃത്തെ. കേരള രാഷ്ട്രീയത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് കേരളം ഭരിക്കാൻ ഈ പറയുന്ന BJP-ക്ക് ഒരു കാരണവശാലും സാധിക്കില്ല. അങ്ങനെ ഒരു കാര്യം സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും അവർ വരികയാണെങ്കിൽ. അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ ഒരു ആത്മഹത്യയ്ക്ക് ആകട്ടെ, ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ അവിടെയെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞ് ഓടുന്ന അതിന് കാരണക്കാരൻ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ്.
പ്രവർത്തിച്ചവരുടെ തലകാരം അവരെ അങ്ങോട്ട് ഓടിപ്പിക്കേണ്ട നയങ്ങൾ, ഇവിടുത്തെ ന്യൂനപക്ഷ പ്രീണനം വരുമ്പോൾ അതിനെതിരെ ചിന്തിക്കുന്ന യുവജനങ്ങൾ, ഇന്നത്തെ യുവജനങ്ങൾ അപ്ഡേറ്റാണ്. ഇന്ന് വന്ന് ടെക്നോളജിയൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെങ്കിലും ഈ അപ്ഡേറ്റഡ് എന്ന വാക്കാണോ അതോ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്ന വാക്കാണോ? എന്ത് വേണമെങ്കിൽ പറയാം. ചിന്തകൾക്ക് പഴയ ചിന്തകളിൽ നിന്ന് ആള് കൂടുതൽ പുതിയ ചിന്തകളിലേക്ക് ഉയർന്നു വരുന്ന കാലഘട്ടത്തിൽ. പക്ഷേ ഈ ഘട്ടത്തിലാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി സ്വന്തം പദവി ഉപയോഗിക്കേണ്ടത്, ഈഴവരെ നയിക്കേണ്ടത്. നിങ്ങളുടെ രാഷ്ട്രീയ വീക്ഷണം ശരിയാണോ തെറ്റാണോ എന്നത് സംബന്ധിച്ച് കൃത്യമായ അപഗ്രഥനം നടത്തി അവരെ ഉപദേശിക്കേണ്ട ചുമതല ജനറൽ സെക്രട്ടറിക്കാണുള്ളത്. ആ ചുമതല ജനറൽ സെക്രട്ടറി നിർവഹിക്കുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് എന്തെങ്കിലും നേട്ടം, സ്വന്തം നേട്ടം കൈവരിക്കാനാകുമോ എന്ന് നോക്കി നിൽക്കുകയാണ്. സ്വന്തമായിട്ട് ഒരു നേട്ടം വേണ്ട, ഒരു സിംഗിൾ പൈസയുടെ നേട്ടം ആരുടെ എനിക്ക് വേണ്ട. പൈസയുടെ അല്ല ഞാൻ പറയുന്നത്, നേട്ടം എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ സ്ഥാനമാനങ്ങൾ കിട്ടുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പദവികൾ കിട്ടുമോ? ഞാൻ ഇവിടെ ഈ രാഷ്ട്രീയത്തിൽ വരുന്നവരെല്ലാം എന്തിനാ പറഞ്ഞത്? സ്ഥാനമാനം കിട്ടാൻ വേണ്ടി പദവിക്കാണ് വേണ്ടി വരുന്നത്. അല്ല, അതിനിപ്പോ തുഷാറിന് ഒരു സഹമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് അമിത്ഷായുടെ വാതിലിൽ മുട്ടുന്നു എന്നുള്ളൊരു തോന്നല്. ഈ ഈഴവനെല്ലാം തന്നെയും സംഘപരിവാർ ക്യാമ്പിലേക്ക് പോകുന്നത് അപകടമാണോ അല്ലയോ? ഒരിക്കലും പോകാൻ പാടില്ല. ഈഴവൻ ഒരിക്കലും പോകാൻ പാടില്ല. അവർ ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് കൂടി നിൽക്കേണ്ടതാണ്. ആവർത്തിച്ച് ഞാൻ പറയുന്നു. പക്ഷേ ആ ഇടതുപക്ഷ പ്രസ്ഥാനം അവരുടെ ഇപ്പുറത്തെ പ്രവർത്തന ശൈലി മാറി അവരെ കൂടെ നിർത്തണം. അവർ ഈ പള്ളിയുടെ പുറകെ അല്ല പോകേണ്ടത്. അവരൊരു കാലത്ത് പറഞ്ഞാണല്ലോ, പള്ളി തള്ളി പറഞ്ഞിട്ട് വാ ഞങ്ങൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ തള്ളിയല്ല, അവിടെ പോയി കിടക്കല്ലേ. ഇത് കണ്ടിട്ടും കൊണ്ടിട്ടാലും ഞങ്ങൾ മനസ്സിലാകില്ല എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ ഞങ്ങൾക്കൊരു കുടിപ്പള്ളി കിടന്നു തന്നിട്ടുണ്ടാണെങ്കിലും ഗുരുദേവനെ പറ്റി വളരെ ഭംഗിയായി പറയുന്ന ഈ ആളുകൾ ഏതെങ്കിലും പ്രസ്ഥാനത്തിന് AKG സെൻ്ററിന്ന് അല്ലെങ്കിൽ പല സെൻ്ററുകളും അതുപോലെ സ്റ്റേഡിയം ഉണ്ടായിട്ടില്ല, ഗുരുദേവൻ്റെ നാമധേയം ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും ചെയ്യുമ്പോൾ പിണറായി വിജയനോട് വിളിച്ച് സംസാരിക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ വിധത്തിൽ എടാവാടാ രാഷ്ട്രീയമല്ല വേണ്ടത്, ഈ മസിൽ പിടുത്തം ഒഴിവാക്കണം, ഇടിച്ചുകളെയും പറ്റിച്ചുകളെയും എന്ന് പറയരുത് എന്ന് പിണറായി വിജയനോട് ഫോണിൽ വിളിച്ച് സംസാരിക്കാവുന്നതേ. പിണറായി വിജയൻ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ ഏത് കാര്യവും സംസാരിക്കാൻ തുറന്ന മനസ്സ് കാണിക്കുന്ന ഒരാളാണ്. നിങ്ങൾ പറഞ്ഞനുസരിച്ച് വേണമെങ്കിൽ ഇനി ഞാൻ സംസാരിക്കാം. കാരണം ഞാൻ ഇങ്ങനെ പറയുമ്പോൾ പിണറായി വിജയൻ മാത്രമല്ല മനസ്സിലാക്കുന്നത്, അദ്ദേഹത്തിൻ്റെ അണികളൂടെ മനസ്സിലാക്കും. അപ്പോൾ അണികൾക്ക് കൂടെ കിട്ടുന്നൊരു മെസ്സേജാണിത് തിരുത്താൻ. പിണറായിയോട് പറഞ്ഞാൽ അദ്ദേഹം മാത്രമല്ലേ അറിയുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു വിചാരം ജനങ്ങളിലേക്ക് ഉണ്ട് എന്ന് മാധ്യമങ്ങളിലൂടെയോ ഞാൻ പറയുമ്പോൾ അത് ലോകം മുഴുവൻ കാണുകയാണ്. ആ ശരി ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്നൊരു ശരിയാണ്. ആ ശരിയാണെന്നും ആ ശരി ഈ തിരുത്തണമെന്നും ആ തെറ്റ് തിരുത്തണമെന്നുള്ളൊരു വിചാരം അവർക്ക് കൂടെ ഉണ്ടാകാനാണ് പറയണത്. ഇത്രയധികം ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടും ഉമ്മൻചാണ്ടിയുടെ UDF എങ്ങനെയാണ് 10,000 ചില്ലുവാനും വോട്ടിന് ജയിക്കുന്നത്? അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ജനത്തെ സ്നേഹം കൊടുത്താൽ മതി. എത്ര ആദർശം പറഞ്ഞിട്ടും കാര്യമില്ല. അവരോട് കുറേയല്ല സ്നേഹം കൊടുത്ത്, ഒരു തുള്ളി സ്നേഹം കൊടുത്താൽ ജനം ഒരു കുടം തരും. അവിടെ ഇടാപാടല്ല. നമുക്ക് കുറേ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സൗമ്യമായി സമീപിക്കുകയും കുറേ നന്മകൾ അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യാൻ തയ്യാറായാൽ കേരളത്തിൽ പണ്ട് പശ്ചിമ ബംഗാൾ ഭരിച്ച പോലെ തുടർ ഭരണം നടത്താൻ സാധിക്കും. ഈ ഒരു പ്രവർത്തന ശൈലി യഥാർത്ഥത്തിൽ ആളുകൾ വിലയിരുത്തി വോട്ട് ചെയ്യുകയാണോ അതോ നമുക്ക് തോന്നുന്നതാണോ? ഈ കൊള്ളയും കൊള്ളരുതായ്മയും ഇവരെല്ലാം നടത്തിയാലും ചെന്ന് കണ്ട് 2 സോപ്പൊക്കെ അടിച്ച് ഈ മുഖ്യമന്ത്രി അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ആ സമീപനം കാണുമ്പോൾ ആ ചെറുപ്പക്കാരൻ വോട്ടിരിക്കട്ടെ, ഇതൊന്നും ആദർശം നോക്കിയോ വല്ലതുമാണോ? ആ ചെന്ന ആളിനെ നോക്കിയും മുഖകാന്തിയും നോക്കിയോ പാർട്ടിക്കാർ എത്ര ഇരിക്കുന്നു ആണെന്ന് ആ മാത്രമാണ്. മഹാഭൂരിപക്ഷം അല്ലാത്തവരല്ലേ. തുഷാറിനെ ഒരു കേന്ദ്ര സഹമന്ത്രിയായി കാണുക എന്നുള്ളതാണോ ഇപ്പോൾ ജനറൽ സെക്രട്ടറിയുടെ ഏറ്റവും വലിയ ആഗ്രഹം? എൻ്റെ ഈ ജീവിതത്തിൽ അങ്ങനെ ഒരാഗ്രഹമില്ല. എൻ്റെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ടൈം കൂടെ കഴിഞ്ഞാൽ ഇതും മതിയാക്കി ഉള്ള സമ്പാദിച്ചതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈയിടെയും കുറച്ച് കോടികൾ എനിക്ക് കിട്ടി റെയിൽവേയിൽ നിന്ന് ആർബിട്രേഷനിൽ. അതൊക്കെ അവർക്ക് കൊടുത്ത് അവർക്ക് സ്വസ്ഥമായിട്ടുള്ളത് കൊണ്ട് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി കൊടുത്തതും കൊണ്ട് സുഖമായി കഴിയാം അവർക്ക്. ഒരു രാഷ്ട്രീയ നേതാവാക്കാൻ തുഷാറിനെ ഒരു രാഷ്ട്രീയ നേതാവാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷെ തുഷാറിൻ്റെ ആഗ്രഹം ഒരു രാഷ്ട്രീയ നേതാവാകണമെന്നാണെങ്കിൽ അത് അപ്പൻ്റെ മറുപടി പറയും. അപ്പൻ എന്ന നിലയിൽ എനിക്കുള്ള അഭിപ്രായം അപ്പം പറയും. വളരെ നന്ദി. എല്ലാ ഭാവുകങ്ങളും പുതിയ തെരഞ്ഞെടുപ്പിനും എല്ലാത്തിനും. Nucleus Properties Close Encounter
brought to you by Nucleus Properties. Nucleus Villas and Apartments, Kochi, Kottayam. Live life. Powered by Bright Light. പുതിയ ഇവോ സീരീസ് ഫ്രം ബ്രൈറ്റ് ലൈറ്റ് വിരൽത്തുമ്പിലെ സൂര്യൻ.